കഴിഞ്ഞ ക്ലാസ്സിൽ ഈമാൻ സംബന്ധമായിട്ടുള്ള ചരിത്ര അതുക്ക് മുതലും ഒരു വലിയ ചരിത്ര ഹദീസിൽ വന്നത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിവരണാക്കിയിട്ട് അതുക്ക് മുതലും മുസ്ലിമായ മനുഷ്യന്മാർ ಮುರ್ತದ್ದಾವಡೋ ವಿಷಯ ಏದೆಲ್ಲ ಫಲಕ ಮೂಲಕ ಪ್ರವರ್ತನ ನಂಬಿಕೆ ಮೂಲಕ ಮನುಷ್ಯಮಾರು ಇಸ್ಲಾಮರಮೇ ಪರ್ತುಕೊಂಡಾರು ಮುರ್ತದ್ದಾವಡಾರು ಚೆಲ್ಲದರ ಬಗ್ಗೆ ಸುಮ್ಮನೆ ಉದಾಹರಣೆ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ട് ഒരേ കാര്യം മനസ്സിലാക്കിയ തംബീഹാത്തുൻ ലാസ്റ്റിಗೆ ಕೊನೆಯ പോയിന്റ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിവരിച്ചത് ഒരാൾ ഇസ്ലാമറ പുറത്തുപോയെങ്കിൽ മുർത്തദ്ദായെങ്കിൽ പിന്നെ അവൻ്റെ അവസ്ഥ എന്തോ ഇസ്ലാമിക് ശരീഅത്ത് പ്രകാരം അന്ന മനിർതകബ മുകഫിറൻ യുഹ്ബതു ജമീഉ അഅമാലി ഒരാൾ കാഫിറാവും പോലത്തെ ഒരു പ്രവർത്തന ആക്കിയുണ്ടായെങ്കിൽ കാഫിറായിട്ട് ഒരാൾ ഇസ്ലാമറമേ പുറത്തുപോയിട്ട് മുർത്തദ്ദായിട്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ യുഹ്ബതു ജമീഉ അഅമാലി അയാളുടെ എല്ലാ അമലും പോയിട്ട് അയാൾ ജീവനത്തിലാക്കിയ എല്ലാ അമല് അത് നഷ്ടപ്പെട്ടു പോകണം എല്ലാം ബെടക്കായിട്ട് പോയിട്ട് അയാളൊരു 50 വയസ്സിലേക്ക് ഇസ്ലാമറോ പുറത്തു പോകുമ്പോഴത്തോ പ്രവർത്തനം ആക്കിയ മുർത്തദ്ദായി ഉണ്ടായെങ്കിൽ 50 വർഷത്തിലാക്കിയ എല്ലാ അമല് അത് ഇല്ലാണ്ടാവും പോണ്ടത് നഷ്ടപ്പെട്ടു പോണ്ട് വയജിബു അലൈഹി ഖദാഉൽ വാജിബി മിൻഹാ അപ്പോൾ ആ കാലത്തിൽ പിന്നെ അയാൾ റിട്ടേൺ പാഠം ഷഹാദത്തെല്ലാം ചെന്നിട്ട് ഇസ്ലാം വന്നെങ്കിൽ ഫസ്റ്റ് അയാളാക്കിയ എല്ലാ അമല് എല്ലാ വാജിബായ ഇബാദത്ത് അയാൾക്ക് മടക്കവോ കഡ്ഡായുണ്ടോ 50 വർഷത്തിൽ അയാളാക്കിയ എല്ലാ വാജിബായ കാര്യത്തെ അയാൾ മടക്കണോ അത്തരം സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിൽ പുറത്തു പോകേണ്ട വിഷയം വയംഫസിഖു നിക്കാഹു ഹാലൻ വലൗ ബഅദ ദുഖൂലി ഇൻദ ജമാഅത്തി മിനൽ അഇമ്മ അയാൾ മംഗലായിട്ടിന്നെങ്കിൽ നിക്കാഹായിട്ടിന്നെങ്കിൽ മുർത്തദ്ദാവലോട് കൂടെ നിക്കാഹും എന്താവടോ ഫസ്ഖാവറോ നിക്കാഹും മുറിഞ്ഞു പോകും ഇസ്ലാമിൽ ഒരാൾ പുറത്തു പോയുണ്ടായെങ്കിൽ അയാളുടെ നിക്കാഹ് മുറിഞ്ഞു പോയിട്ട് ഇതായിട്ട് 3 ഇമാമിങ്ങൾ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 3 മദ്ഹബ് ഇമാമികളോ മദ്ഹബിലുള്ളത് വീക്ഷണ പ്രകാരം ഇമ്മത്ത് വിവരിച്ചോ ഇതായിട്ട് അവൻ്റെ അമൽ എല്ലാം പൊയ്ത്ത് എല്ലാം പൊളിഞ്ഞു പോകേണ്ടതാണ് അതേ സന്ദർഭത്തിൽ ബൽ ഇൻദ ഇമാമിന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്തെങ്കിൽ അന്ന സവാബൽ അമൽ യുഹ്ബത് അയാളുടെ അമല് അത് ഫുള്ളായിട്ട് നഷ്ടപ്പെടില്ല പിന്നെ അയാളാക്കിയ അമലിൻ്റെ സവാബ് നഷ്ടപ്പെട്ടു പോകേണ്ടതുകൊണ്ട് അയാൾ കുറേ നിസ്കരിച്ചത് കുറേ നോമ്പിടിച്ചത് അതങ്ങനെ നടന്ന് ആയെങ്കിൽ അതുക്കുള്ള സവാബ് ഉണ്ടല്ലേ നിസ്കരിച്ച് ധാരാളം സവാബ് കിട്ടും നോമ്പ് ധാരാളം സവാബുണ്ട് ആ സവാബെല്ലാം പോയിട്ട് വലാകിൻ ലാ യുഹ്ബതു നഫ്സുൽ അമൽ ഐ മിൻ ഹൈതു ഇന്നഹു ലാ യജിബു അലൈഹിൽ ഖദാ അമലേ പോണില്ല എന്നെങ്കിൽ സവാബ് നഷ്ടപ്പെട്ടു പോകണ്ടു അമലേ പോണില്ല എന്നെങ്കിൽ അതിൽ അയാൾക്ക് ഖദാ വീട്ടത് കഡ്ഡായില്ല ബാക്കി ഇമാമികൾ മുട്ട അയാളാക്കിയോ എല്ലാ വാജിബായ അമൽ അതിനെ ഖദാ വീട്ടണം കാരണം അയാളുടെ അമൽ എല്ലാം പോയിട്ട് എന്തും ബാക്കിയില്ല അയാളുടെ എല്ലാം 0 50 വർഷം അയാൾ ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും 50 വർഷത്തിൽ ഒരു ഇബാദത്തും ഇല്ലാത്തതുപോലെ ഒരു നിസ്കാരമില്ല ഒരു നോമ്പില്ല അങ്ങനെ ഇട്ടിട്ട് 3 ഇമാമികൾ ചെന്നു ഷാഫിയാൻ ചെല്ലോ നിസ്കാരവും നോമ്പ് അതെല്ലാം ഇക്കറ് ഖദാ വീട്ടത് കഡ്ഡായില്ല പിന്നെ അയാൾക്ക് അതിൽ സവാബ് കിട്ടില്ല സവാബ് എല്ലാം പോയിട്ട് ബർബാദായിട്ട് പോയിട്ട് അയാളുടെ സവാബ് കൊണ്ടും മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിവരിക്കുക
വൈന്ന നിക്കാഹ, പിന്നെ നിക്കാഹ് യംഫസിഹു ഹാലൻ ഇൻകാന ഖബ്ല ദുഖൂൽ, നിക്കാഹും അപ്പമേ മുറിഞ്ഞു പോണ്ടു. അതെപ്പാ അയാള് പെഞ്ഞായുമായിട്ട് ബന്ധപ്പെട്ട മുന്നോലും നിക്കാഹ് ആവിടും, പെഞ്ഞായുമായിട്ട് സമ്പർക്ക ആവിടക്ക് മുന്നോലെ അയാൾ മുർത്തദ്ദായെങ്കിൽ അതോടുകൂടി നിക്കാഹും ബാത്തിലായിട്ട് പോണ്ടു. വബഅദൽ ഇദ്ദത്തി ഇൻകാന ബഅദ, ഇനി പെഞ്ഞായുമായിട്ട് സമ്പർക്കാക്കിയാൽ പിന്നെ ഇട്ടിക്കറ് അയാള് മുർത്തദ്ദായുണ്ടായെങ്കിൽ ഇദ്ദത്ത് ടൈം കഴിഞ്ഞെങ്കിൽ അതോടുകൂടെ അയാളുടെ നിക്കാഹും മുറിഞ്ഞു പോണ്ടു. ഇങ്ങനെ ഇട്ടിക്കറ് മസ്അലായിട്ട് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നതായിട്ട് കാണാൻ സാധ്യമാണ്. അപ്പോൾ ഒരു കാര്യ വ്യക്തമാവും, ഒരാൾ ഇസ്ലാമിനെ പുറത്തു പോയെങ്കിൽ മുർത്തദ്ദായെങ്കിൽ അയാളുടെ ജീവനത്തിലാക്കിയ എല്ലാ ഇബാദത്ത് ಅದರ ಕೂಲಿ ഏതായാലും നഷ്ടപ്പെടും, സവാബ് എന്തും ഇല്ല. പിന്നെ 3 ഇമാമിങ്ങളോ വീക്ഷണ പ്രಕಾರ ഒരു അമലും ഇല്ല, അയാൾ ഖളാ വീട്ടതും കഡായാവുള്ളൂ. വസാനിഹ, രണ്ടാമത്തെ വിഷയം, അന്നഹു യജിബു അലൽ ഇമാമി ഔ നായിബിഹി ഇസ്തിതാബത്തുഹു ഫൗറ. ഇസ്ലാമിക്ക് ശരീഅത്തുള്ള ഗവൺമെൻറ്റുള്ള ರಾಷ್ಟ್ರಾಂಟಾയെങ്കിൽ മുസ്ലിമീങ്ങളോ ഇമാം മുസ്ലിമീങ്ങളും നേതൃത്വം കൊടുക്കുമ്പോഴത്തോ ആಡಳಿತಾಧಿಕಾರಿ ആ ഇമാം പള്ളിയിൽ ഇമാം ഉണ്ടല്ല, ടോട്ടലി ആയിട്ടുള്ള ഒരു ഇമാം അഥവാ അയാളുടെ നായിബ് അസിസ്റ്റന്റ് അങ്ക് കഡായേറ്റിക്കറ് ഇസ്തിതാബത്തുഹു ഫൗറ. ഇസ്ലാമിന് പുറത്തുപോയ ഒരാൾ അയാളുടെ തൗബ ചെയ്യുക ചെല്ലണം. നീ തൗബ ചെയ്യണം, ഇപ്പമേ തൗബ ചെയ്തിട്ട് ഖേദിച്ച് മടങ്ങണം. ഇസ്ലാമുകു പെറവ് പറഞ്ഞു. വയഹ്റുമു ഇംഹാലു, ലേറ്റാക്കോ തീറ, 4 നോക്ക അല്ലെങ്കിൽ ബണ്ടവാറ ചെല്ല, അങ്ങനെയല്ല. വിടമ അപ്പമേ അയാളെ വിളിച്ചിട്ട് ചെല്ലണം. നീ ഇസ്ലാമിനെ പുറത്തുപോയത് അങ്ങനത്തെ പ്രവർത്തനം ആക്കിയതെന്നേ. അതുകൊണ്ട് നീ തൗബ ചെയ്തിട്ട് ഖേദിച്ച് മടങ്ങണോട്ടോ അപ്പ ചെല്ലത് ഇമാമിന്റെ മേലെ കഡായിട്ടിരിക്കുക. ഫൈൻ താബ കുബിറ മിൻഹു അലൽ നസ്ഹ, അപ്പോൾ അവന് തൗബ ചെയ്തെങ്കിൽ അവൻ്റെ തൗബ കബൂലാക്കുക. വയില്ല തൗബ ചെയ്യില്ലാണ്ടായെങ്കിൽ ഫയഖ്തുലുഹു ബിദർബി ഉനുഖി, അവൻ്റെ പെരടി അടിച്ചിട്ട് അവൻ്റെ അപ്പമേ തീർത്തു വിടണം. അവിടെ ഇസ്ലാമിക് ഗവൺമെൻറ്റുള്ള ഇസ്ലാമിക് കാനൂനുള്ള അവിടെ മാത്രമേ ഇരിക്കുക. ഇന്ത്യ പോലത്തെ അവിടെ അത് ആവില്ല. ഇസ്ലാമിക് ഗവൺമെൻറ് ഉള്ളവിടെ ആൾമാർക്ക് പോയിട്ട് ഇതിങ്ങനെ ആക്കുകയാവില്ല. പിന്നെ അവിടുത്തെ ഭരണാധികാരി ഈ കാര്യം ആക്കണം. അവൻ്റെ പെരടി അടച്ചിട്ട് അവൻ്റെ എല്ലാം ഉണ്ടാക്കി വിടണോ. ലാ ബിനഹ്വി ഇഹ്റാം, കത്തുവാട്ടൊത്തീര അങ്ങനത്താക്കൊത്തീര, പെരടിలో അടച്ചിട്ട് ഇതാക്കണോ. വലാ യുദ്ഫനു ഫീ മഖ്ബറത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മഖ്ബറത്തിൽ ഈ മനുഷ്യരെ ദഫനാക്കുകയും നിസ്കാരം വിട്ടെങ്കിൽ ഇങ്ങനത്തെ നിയമമുണ്ട്. നിസ്കാരം ഒരാൾ ഖളാക്കിയിട്ട് നിസ്കരിക്കില്ല. ഈ ചെന്ന ഇമാമുണ്ടല്ലേ അയാൾ പോയിട്ട് നിർദ്ദേശനാക്ക നിസ്കരിയും, ആയെങ്കിലും നിസ്കരിക്കില്ല, ഹട്ടത്ത് നിസ്കരിക്കില്ല, വെറുതേക്കും കാരണം എന്തും ഇല്ല. അങ്ങനെ ഉണ്ടായെങ്കിലും അങ്ങനും ഇങ്ങനെ ആക്കും. ആയെങ്കില അങ്ങനെ ദഫനാക്കുമ്പോൾ മുസ്ലിമീങ്ങളെ മക്ബറത്തിൽ ദഫനാക്കുന്നുണ്ട് നിയമമുണ്ട്. നിങ്ങളോ മുസ്ലിമീങ്ങളോ മക്ബറത്തിൽ ദഫനാക്കുകയില്ല. അത്രയും ഇങ്ങനെ വിശേഷമാകുക. ഇങ്ങനെ അയ്യരായില്ലേൻ്റെ വേറെ വിഷയം, ഇങ്ങനെ ആക്കിരാറ കൊന്നറാറില്ല വേറെ വിഷയം. അങ്ങനെ അപൂർവമായിട്ടിരിക്കും ചരിത്രത്തിൽ അങ്ങനെ കാണ്ടത് വിരളായിട്ടിരിക്കും, അതിവിരള അങ്ങനെ മസാല ഇങ്ങനെ. കാരണം എനിക്ക് ഒരു അവകാശമില്ല ഈ ഭൂമിയിൽ ചെയ്യിക്കുകയാണ്. വസാലിത്തുഹ, മൂന്നാമത്തെ മസാല, അന്നഹു യുശ്തറതു ഫീ സിഹ്ഹത്തി തൗബത്തിഹി അന്നുതുഖു ബിശഹാദത്തൈൻ. ഇങ്ങനെ തൗബ ചെയ്തിട്ട് ഇസ്ലാമുക്ക് പാടെ പറഞ്ഞുണ്ടായെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് മാത്രം ചെന്നമേയാവല്ല. ഷഹാദത്ത് കലിമ അത് രണ്ടും ഇങ്ങനെ ബായിൽ ചെല്ലും, ഷഹാദത്ത് കലിമ ഉച്ചരിക്കണം. ഫലാ യഹ്സുലു ഇസ്ലാമുഹു കകാഫിരിൻ അസ്ലിയൻ ഇല്ലാ ബിദാലിക്. പണ്ടേ കാഫിറായിട്ടുള്ള ഒരാൾ ഇസ്ലാമു പണ്ടുണ്ടായെങ്കിൽ ഷഹാദത്ത് കലിമ ചെല്ലണമല്ലോ. അതേപോലെ ഈ മനുഷ്യ ഷഹാദത്ത് കലിമ ചെന്നിട്ടേ ഇസ്ലാമു പറഞ്ഞു. പണ്ട് മുസ്ലിമായിട്ട് ഇന്നാള് പിന്നെ മുർത്തദ്ദായിട്ട് പിന്നെ പാടും തൗബ ചെയ്തിട്ട് മടങ്ങുന്നുണ്ടായെങ്കിൽ ഷഹാദത്ത് കലിമയോട് കൂടെ മടങ്ങണം. വയസീദു ഹത്മൻ മൻ കഫറ ബിഇൻകാരി മഅലൂമിൻ മിനദ്ദീൻ ബിൽദറൂറ. ഇനി ഒരാള് അയാള് കാഫിറായത് ഇസ്ലാമിലോ അറിയപ്പെട്ടു അനിഷേധ്യമായ ഒരു കാര്യത്തെ നിഷേധിക്കുന്ന മൂലക്ക് അയാൾ കാഫിറായിട്ട് വിചാരിക്കുക. അഥവാ
ഇസ്ലാമിൽ അനിഷേധ്യമായിട്ട് ആർക്കും നിഷേധിക്കുകയോ സാധ്യമാവാത്ത നിലക്ക് ദീനിൽ അറിയപ്പെട്ട ഒരു വിഷയത്തിക്ക് നിസ്കാരം ചെല്ലത് അഥവാ റമദാന്റെ നോമ്പ് ഒരാൾ അത് വിരോധിച്ചിട്ട് നിസ്കാരം ഉള്ളതില്ല അത് കണ്ടായല്ല അങ്ങനെ വിരോധിച്ചുകൊണ്ടായെങ്കിൽ ഇസ്ലാമിനെ പുറത്തു പോകുന്നതുകൂടെ വിശദീകരിച്ചിട്ട് അപ്പം അങ്ങനത്തെ ഒരു കാര്യ നിഷേധിക്കുന്നതിന് മൂലക ഒരു വ്യക്തി ഇസ്ലാമിനെ പുറത്തു പോയിട്ടുണ്ടായെങ്കിൽ ഈ അയാൾ ഏതൊരു കാര്യം നിഷേധിച്ചിട്ടില്ല അതൊരു ഒപ്പുണയാകുകയാണ്. ഷഹാദത്ത് കലിമ മാത്രം ചെന്നമ്മയാവല അയാൾ എന്ത് നിഷേധിച്ചാൽ അത് ഒപ്പൺ അത് അംഗീകരിക്കണം. പിന്നെ ഒരു വിഷയം കൂടി ചെന്നിട്ട് ആ വിഷയത്തോ നിപ്പാട്ട് മഖ്ദൂം തങ്ങൾ മുർത്തദ്ദായെങ്കിൽ ഒരാൾ അയാൾ ഇസ്ലാമുക്ക് തിരിച്ചിട്ട് പണ്ടുണ്ടായെങ്കിൽ അയാൾക്ക് ഇസ്തിഗ്ഫാർ ചെല്ലത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ടോ. അപ്പം ഇത്രയും മസ്അല ഇതുമായി ബന്ധപ്പെട്ടത് മഖ്ദൂം റളിയല്ലാഹു അൻഹുവിടെ ഉദ്ധരിച്ചത്. അപ്പോൾ ഇസ്ലാമിനെ പുറത്തു പോകേണ്ടത് എത്ര വലിയൊരു അപരാധം, എത്ര വലിയൊരു തപ്പുണ്ടോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇങ്ങനത്തെ വരെ മസ്അല നമുക്കൂടെ പടിപാട്ടിട്ടുണ്ടോ. ഇതോടുകൂടെ ബാബുൽ ഈമാൻ സംബന്ധമായിട്ടുള്ള അധ്യായ അവസാനിക്കരുത്. ഈമാന്റെ വിഷയം ഫസ്റ്റ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമുക്ക് ഈമാൻ കാര്യം എക്സ്പ്ലെയിൻ ആക്കി കൊടുത്തോ ആ വിഷയത്തോ തുടങ്ങിയിട്ട് പിന്നെ ഈമാനുമായി ബന്ധപ്പെട്ട കുറേ ഹദീസുകൾ ഇമാമിങ്ങ ചെന്ന് പറക്ക ചരിത്ര മസാല ഇതെല്ലാം മഖ്ദൂം റളിയല്ലാഹു അൻഹു നല്ല സ്പഷ്ടമായ നിലയ്ക്ക് ഓരോന്ന് വിശദീകരിച്ചിട്ട് ഇനി ബാബുൽ ഇൽമു അതുമായി ബന്ധപ്പെട്ട വിഷയത്തിക്ക് ഇൽമുറ മഹത്വ ಅದರ ವಿಷಯ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನೆಕ್ಸ್ಟ್ ಕ್ಲಾಸಲ್ಲಿ ಓದಾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ ഔദാര്യമായിട്ട് തന്ന ഈമാൻ റബ്ബു നമുക്കും ഞങ്ങളുടെ സന്താന പരമ്പരവും ഞങ്ങളുടെ മരിപ്പ് തോരം അള്ളാഹു തആല നിലനിപ്പാട്ടി തരട്ട്. ഇസ്ലാമിനെ പുറത്തു കൊണ്ട് മുർത്തദ്ദാവുടെ കാഫിറാവും പോലത്തെ എല്ലാ ദുരവസ്ഥയിൽ നിന്ന് എല്ലാ പല പ്രവർത്തന വിശ്വാസത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.